സാന്ദ്ര സൗഹൃദം എന്നുള്ള പാഠത്തിന്റെ ആമുഖമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇനി നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് സാന്ദ്ര സൗഹൃദം എന്നുള്ള പാഠഭാഗം എന്നത് നാം പറഞ്ഞു വെച്ചു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവായ രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നാം പഠിക്കുന്ന സാന്ദ്ര സൗഹൃദം. കഥാസന്ദർഭം ഞാനൊന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. രാജാവായിരിക്കുന്ന ശ്രീകൃഷ്ണനെ നേരിൽ കണ്ടിട്ട് തന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുദാമാവും അല്ലെങ്കിൽ തന്റെ ഇപ്പോൾ കുചേലൻ എന്നറിയപ്പെടുന്ന സുദാമാവും തന്റെ പഴയ സഹപാഠിയായിരുന്ന കൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ വന്നിട്ട് കൃഷ്ണൻ ഭഗവാൻ ആലിംഗനം ചെയ്ത് ഇദ്ദേഹത്തെ സ്വീകരിച്ച് ലക്ഷ്മി തൽപ്പത്തിൽ ഇരുത്തി കുശല പ്രശ്നങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെയും അവർ അയവിറക്കുകയാണ്. അങ്ങനെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞപ്പോൾ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കുക, എല്ലാവരും പുസ്തകമെടുക്കുക. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലാണ് ഇത് പാടുന്നതെന്ന് പറഞ്ഞു. നദോന്നത വൃത്തത്തിലാണ് ഈ കാവ്യം രചിച്ചിട്ടുള്ളത്. നദോന്നത, അതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. നദോന്നത, നദവും ഉന്നതവും, താഴ്ന്നതും ഉയർന്നതും. കാരണം വെള്ളം ജലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തിരമാലകൾക്കനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുക പതിവാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒഴുക്കിന്റെ താളത്തിനനുസരിച്ചാണ് ഈ കാവ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിന്റെ ഈണം. ഇങ്ങനെയാണ്: സന്ദീപനീഗ്രഹേ പണ്ടു സാഹസ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. സന്ദീപനീഗ്രഹേ പണ്ടു സാഹസ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. ഈ ഈണത്തിൽ വേണം പാടേണ്ടത്, ചൊല്ലേണ്ടുന്നത്. നിങ്ങൾക്ക് മനോഹരമായി ചൊല്ലാൻ അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാന്ദീപനി ഗ്രഹേ, സാന്ദീപനിയുടെ ഗ്രഹത്തിൽ. സാന്ദീപനി ആരാണെന്നുള്ളത് നമുക്കറിയാം. കൃഷ്ണനും സുദാമാവും ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്ന ഗുരുവിന്റെ പേരാണ് സാന്ദീപനി. ഈ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചാണ് ഇവർ വിദ്യ അഭ്യസിച്ചിരുന്നത്. സാന്ദീപനി ഗ്രഹേ, സാന്ദീപനിയുടെ ഗ്രഹത്തിൽ. സാന്ദീപനി ഗ്രഹം, അത് വിഗ്രഹാർത്ഥം എഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം: സാന്ദീപനിയുടെ ഗ്രഹം, സാന്ദീപനിയുടെ ഗ്രഹം എന്ന് വേണം എഴുതാൻ. പണ്ട് സാഹസാൽ കഴിഞ്ഞതെന്ന ഈ സാന്ദീപനി മഹർഷിയുടെ ഭവനത്തില് അല്ലെങ്കിൽ ആശ്രമത്തില് പണ്ട് സാഹസാൽ കഴിഞ്ഞതെന്ന നാം സാഹസ പ്രവൃത്തികൾ പലതും, സാഹസ പ്രവൃത്തി, വീര്യപ്രവൃത്തി, ധൈര്യപ്രവൃത്തി, ധാരാളം വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, ധൈര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നാം കഴിഞ്ഞതും. സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. സാദരം ആദരവോട് എന്നാണ് അർത്ഥം. സാദരം ആദരവോട് കൂടി. അതൊരു സമാസമാണ്. വിഗ്രഹാർത്ഥം അവ്യയീഭാവൻ എന്നിവയിലുള്ള ഒരു സമാസമാണ്. അവ്യയീഭാവൻ എന്ന് പറയും. സാന്ദീപനി ഗ്രഹം, അത് സാന്ദീപനിയുടെ ഗ്രഹം, തൽപുരുഷ സമാസം, ഉടെ എന്ന പ്രത്യയം വരുന്നത്. സാന്ദീപനി ഗ്രഹം, സാന്ദീപനിയുടെ ഗ്രഹം, തൽപുരുഷ സമാസം. അതുപോലെ ഇവിടെ സാദരം ആദരവോടുകൂടി, അവ്യയീഭാവൻ എന്ന് പേരുള്ള സമാസമാണ്. അവ്യയീഭാവ സമാസം എന്ന് തെറ്റിപ്പോകുന്നത് ഞാൻ ബോർഡ് എഴുതിയിട്ടുണ്ട്. അവ്യയീഭാവൻ, അവ്യയീഭാവ സമാസം. സാദരം ആദരവോടുകൂടി, സസ്നേഹം സ്നേഹത്തോടുകൂടി, സാഭിമാനം അഭിമാനത്തോടുകൂടി, ഇങ്ങനെ വരുന്ന സമാസങ്ങളൊക്കെയും അതൊക്കെയും അവ്യയീഭാവ സമാസങ്ങളാണ്. നോക്കുക, സാന്ദീപനി ഗ്രഹം. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ തന്നെ ഒരു വിഗ്രഹാർത്ഥം നമ്മൾ പഠിച്ചു. സാന്ദീപനി ഗ്രഹം, സാന്ദീപനിയുടെ ഗ്രഹം. രണ്ടാമത്തെ വരിയിൽ ആദ്യം തന്നെ ഒരു വിഗ്രഹാർത്ഥം പഠിച്ചു. സാദരം ആദരവോടുകൂടി, അവ്യയീഭാവ സമാസം. ഈ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും, വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചതും. വേദശാസ്ത്രങ്ങൾ വിഗ്രഹിക്കുന്നത് വേദങ്ങളും ശാസ്ത്രങ്ങളും എന്നാണ്. അവിടെ ഒരു സമാസമുണ്ട്. പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസം. പൂർവപദത്തിനും ഉത്തരപദത്തിനും, അതായത് വേദത്തിനും ശാസ്ത്രത്തിനും ഒരേ പ്രാധാന്യം, വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും ഒരേ പ്രാധാന്യമാണ് അവിടെ വേദശാസ്ത്രങ്ങൾ എന്നുള്ള വാക്കിലുള്ളത്, എന്ന സമസ്ത പദത്തിലുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് പദങ്ങൾക്ക്, പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ളത് കൊണ്ട് അത് ദ്വന്ദ്വ സമാസമാണ്. ദ്വന്ദ്വ സമാസം.
ദ്വന്ദ്വ സമാസം. വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും അവിടെ എന്തൊക്കെയാ പഠിച്ചത്? വേദങ്ങളും ശാസ്ത്രങ്ങളുമാണ് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഇവർ അഭ്യസിച്ചത്. വേദങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇങ്ങനെയുള്ള 4 വേദങ്ങൾ അവർ അവിടെ പഠിച്ചു. അതിൽ 6 ശാസ്ത്രങ്ങളുണ്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയാണ് 6 ശാസ്ത്രങ്ങൾ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇങ്ങനെ 6 ശാസ്ത്രങ്ങളുണ്ട്. ഏത് ശാസ്ത്രങ്ങളൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല, അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിങ്ങനെയുള്ള 6 ശാസ്ത്രങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെയുള്ള 4 വേദങ്ങളും അവിടെയാണ് ഇവർ അഭ്യസിച്ചത്. അപ്പോൾ ഈ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും പിന്നെ സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലെങ്കിൽ. സാന്ദ്രമായ ഒരു സൗഹൃദം, ദൃഢമായ ഒരു സൗഹൃദ ബന്ധം, ഒരു ഉറച്ച ഒരു ചങ്ങാത്തം നമ്മുടെ ഇടയിൽ ഉണ്ടായതും അല്ലയോ കൂട്ടുകാരൻ, സാരനായ ഭവാൻ, എല്ലാം അറിയുന്നവനായ അങ്ങ് ഒന്നും മറന്നില്ലല്ലേ എന്ന് സുധാമാവ് കൃഷ്ണ ഭഗവാനോട് ചോദിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, അല്ലെ, നമ്മൾ പണ്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ധാരാളം സാഹസ പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞത് ഗുരുവിന്റെ മുൻപിൽ ആദരവോടുകൂടി വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചത്, നമ്മളുടെ ഇടയിൽ ഒരു ദൃഢമായ ചങ്ങാത്തം രൂപപ്പെട്ടതും ഒന്നും എല്ലാം അറിയുന്നവനായ അങ്ങ് മറന്നില്ല അല്ലേ? ഗുരുപത്നി നിയോഗേന കഥാചന നാമെല്ലാരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയത്. ഇനിയാണ് ആ സംഭവം ഇവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, ഇവരെയൊക്കെ ഭയപ്പെടുത്തിയ, ഇവരെയൊക്കെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആ സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് ഈ ചങ്ങാതിമാരുടെ മനസ്സിലുണ്ടാവുകയാണ്. ഗുരുപത്നി നിയോഗേന, ഗുരുപത്നിയുടെ നിയോഗപ്രകാരം, ഗുരുവായ സാന്ദീപനി മഹർഷിയുടെ പത്നിയുടെ, ഭാര്യയുടെ, സഹധർമ്മിണിയുടെ നിയോഗമനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ച് കഥാചന, കഥാചന എന്നുള്ള വാക്ക് സംസ്കൃത വാക്കാണ്. കഥാചന ദയണദായാണ്. കഥാചന ഒരിക്കൽ എന്നാണ് അർത്ഥം. കഥാചന ഒരിക്കൽ. ഗുരുപത്നിയുടെ വാക്ക് കേട്ടിട്ട്, ഗുരുപത്നി പറഞ്ഞിട്ട് ഒരിക്കൽ നാം എല്ലാവരും, ചങ്ങാതിമാരെല്ലാവരും കൂടി, ഇവർ രണ്ടുപേരും മാത്രമല്ല, അവിടെ അന്ന് ആശ്രമത്തിലുണ്ടായിരുന്ന എല്ലാ സഹപാഠികളും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും, വിറകില്ലാഞ്ഞിട്ട് ഒരു വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി പോയി. എവിടെയാണ് പോയത്? പെരുങ്കാട്ടിൽ പുക്ക് ഇന്ധനമൊടിച്ചു കെട്ടിവെച്ചത്. പെരുങ്കാട്ടിൽ പുക്ക്, വിറക് സംഭരിക്കാൻ വേണ്ടി, വിറക് ശേഖരിക്കാൻ വേണ്ടി പോയി എത്തിച്ചേർന്നത് ഒരു പെരുങ്കാട്ടിലാണ്, ഒരു കൊടുങ്കാട്ടിലാണ്. പെരുങ്കാട്ടിൽ പുക്ക് ഇന്ധനം ഒടിച്ച് കെട്ടിവെച്ചത്. പുക്ക്, പൂക്കുക, പ്രവേശിക്കുക, പുക്ക പ്രവേശിച്ചു, പുക്ക് ഇന്ധനമൊടിച്ചു, പ്രവേശിച്ച് ഇന്ധനം, ഇന്ധനം വിറകാണ്, വിറക് ഒടിച്ച് കെട്ടിവെച്ചതും. പെരുങ്കാട്ടിൽ പുക്ക് ഇന്ധനം ഒടിച്ച് കെട്ടിവെച്ചതും, പെരുങ്കാട്ടിൽ പ്രവേശിച്ച്, കൊടുങ്കാട്ടിൽ പ്രവേശിച്ച് വിറക് ഒടിച്ച് കെട്ടിവെച്ചതും, അരുണൻ അസ്തമിച്ചതും മറന്നില്ലേ? അരുണൻ, സൂര്യൻ അസ്തമിച്ചതും അല്ലയോ കൂട്ടുകാര, അല്ലെങ്കിൽ ചങ്ങാതി, നീ മറന്നില്ല അല്ലേ? പിന്നെയോ, കൂരിട്ടും ആകസ്മികമായൊരു മഹാമഴയും ഓടി വന്ന് കൊടുങ്കാറ്റും കൂടിയിട്ട് അസ്മാവ്. നോക്കുക, കൂരിട്ടും, അവിടെ വിറകൊടിച്ച് ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചു. തിരിച്ച് നടക്കാൻ സമയമായപ്പോഴേക്കും എന്ത് ചെയ്തു? പെട്ടെന്ന് അരുണൻ അസ്തമിച്ചു, സൂര്യൻ അസ്തമിച്ചു, കൂരിരുട്ട് വന്നു. ഇരുട്ട് മാത്രമല്ല, ആകസ്മികമായൊരു മഹാമഴയും, അപ്രതീക്ഷിതമായിട്ടൊരു ഭയങ്കര മഴയും വന്നു. മഹാമഴ, ഒരു പെരുമഴ പെയ്തു. പിന്നെയോ, കൂടി വന്ന് കൊടുങ്കാറ്റും കൂടിയിട്ട്, കൊടുങ്കാറ്റും, ഭയങ്കരമായ കൊടുങ്കാറ്റും അടിച്ചു. അങ്ങനെ അസ്മാകം നാമെല്ലാരും, ഇതെല്ലാം കൂടെ വന്നപ്പോ പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചു, അതോടൊപ്പം മഴ വന്നു, ആ കൂരിരുട്ടായി, പിന്നെ കൊടുങ്കാറ്റായി. ഇതെല്ലാം കൂടി വന്നപ്പോ നാം എല്ലാവരും എന്ത് ചെയ്തു? അസ്മാകം സംസ്കൃത പദമാണ്. നാം എല്ലാവരും
മോഹമേറെ വളർത്തും ഉഷപ്പോളം തകർത്തത്. ഇവരെന്ത് ചെയ്തു? ഇവരാകെ പേടിച്ചു. ഇവരൊക്കെ തിരിച്ച് ആശ്രമത്തിൽ പോകണമെന്ന് മോഹം ഉള്ളിലുണ്ട്. പക്ഷേ ഉഷസ് വരെയും ആ മോഹം അതുപോലെ ഉള്ളിൽ സൂക്ഷിക്കാനേ കഴിഞ്ഞുള്ളൂ, ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി അവർക്ക് പോകാൻ കഴിയില്ല. ഉഷസ് വരെയും ഉഷപ്പോളം തകർത്തത്. ഉഷസ് വരെയും ഈ നേരം പുലരുന്നത് വരെയും കാറ്റും മഴയും ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഊഹിച്ചെടുത്ത് നാം എല്ലാവരും ഒരുമിച്ചതും അവിടെ കാടിന്റെ പല ഭാഗത്തായി ചിതറി നിന്നിരുന്ന ഇവരെല്ലാവരും പരസ്പരം കൂക്കി വിളിച്ചും പേര് വിളിച്ച് ഒക്കെയും അവര് എവിടെയാ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഗുഹയിൽ അവർ പാർക്കുകയാണ്. പാർത്തിരിയാതെ പറന്നു പോയി കാറ്റത്തെന്ന് ഉൾക്കാമ്പിലോർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ച് അന്വേഷിക്കുന്നു. ഇവരെന്ത് ചെയ്തു? ഇവര് പരസ്പരം പിരിഞ്ഞു പോകാത്ത രീതിയിൽ, പരസ്പരം വേർപെട്ടു പോകാത്ത രീതിയിൽ, അവിടെയായിട്ട് ആയി പോകാത്ത രീതിയിൽ ഇവർ പരസ്പരം ഊഹിച്ച് ഓരോരുത്തർ എവിടെയാണ് എന്ന് സങ്കല്പിച്ച് ഊഹിച്ച് അവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു തുരപ്പിനുള്ളിൽ അവർ പ്രവേശിച്ച് എന്നിട്ട് എന്ത് ചെയ്തു? കാറ്റത്ത് പറന്നു പോകും എന്ന് കരുതുന്നു. അത്രമാത്രം ഭയങ്കരമായ കാറ്റാണ്. അപ്പൊ ഈ കാറ്റത്ത് കൊച്ചുകുട്ടികൾ പറന്നു പോകും എന്ന് കരുതി പരസ്പരം കൈകളൊക്കെ കോർത്ത് പിടിച്ചിട്ട് അന്യോന്യം കോർത്ത് കൈകൾ പിടിച്ചത്. പിന്നെ പേടി തീരും വണ്ണം, പിന്നെ പേടി തീരുന്നത് വരെ. പേടി എപ്പോഴാണ് തീരുന്നത്? മാർത്താണ്ഡന് ഉദിച്ചതും മറന്നില്ലല്ലേ. ഇവരുടെ പേടി തീർന്നത് പിറ്റേ ദിവസം മാർത്താണ്ഡൻ ഉദിച്ചപ്പോഴാണ്. മാർത്താണ്ഡൻ സൂര്യൻ. നേരത്തെ ഒരു വാക്ക് നമ്മൾ പഠിച്ചു, അരുണൻ അല്ലെ, അതും സൂര്യനാണ്. ഇവിടെ മാർത്താണ്ഡൻ സൂര്യന്റെ പര്യായ വിധങ്ങളാണ് അരുണനും മാർത്താണ്ഡനും. മാർത്താണ്ഡൻ ഉദിച്ചതുമാണ്. അപ്പൊ നമ്മുടെ പേടി മാറിയത് അല്ലെ ഭയം മാറിയത് പിറ്റേ ദിവസം പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോഴാണ്. അപ്പൊ തലേ ദിവസം രാത്രി മുഴുവനും ഇരുട്ട്, പോരിരുട്ട്, പിന്നെ പേമാരി, അതുപോലെ കൊടുങ്കാറ്റ്, ഇതെല്ലാം കൊണ്ട് പേടിച്ച് വിറച്ച് പരസ്പരം പാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ആ കൈകൾ കോർത്ത് പിടിച്ച് ഒരു ഗുഹയ്ക്കുള്ളിൽ, ഒരു തുരപ്പിനുള്ളില് അവര് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴും ഉഷസ് വരെയും പ്രഭാതം വരെയും ഇവരുടെ ഉള്ളിൽ പേടി നിലനിന്നിരുന്നു. പ്രഭാതമായി സൂര്യൻ ഉദിച്ചപ്പോഴാണ് ഇവരുടെ പേടി മറന്നത്. പിന്നെ തലേ ദിവസം ആശ്രമത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. താപസൻ അന്തിക്ക് നമ്മെ കാണാഞ്ഞിട്ട് പത്നിയോട് കോപിച്ചതും പുലർകാലെ തിരഞ്ഞു കാണുവാൻ താപം പൂണ്ട് താനേ പുറപ്പെട്ട നേരം ഉളർന്ന് നാം പേടിച്ച് വിറകും കൊണ്ടരികിൽ ചെന്നത്. താപസൻ എന്ത് ചെയ്തു? ശാന്തിവരി മഹർഷി വൈകുന്നേര സമയമായപ്പോഴേക്കും കുട്ടികൾ തിരിച്ചെത്താത്തതിന്റെ പേരില് പത്നിയോട് കോപിച്ചു. കാരണം ഇത്രയും കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കാട്ടില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജകുമാരൻ മുതൽ ദരിദ്ര ബ്രാഹ്മണൻ വരെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മാതാപിതാക്കളോട് താൻ എന്ത് സമാധാനം പറയും? എന്തെങ്കിലും ആപത്ത് പിണഞ്ഞാൽ കുട്ടികൾക്ക് ആപത്ത് പിണഞ്ഞാൽ മാതാപിതാക്കളോട് എന്ത് സമാധാനമാണ് പറയുക? അതുകൊണ്ട് അദ്ദേഹം ആകെ കോപിക്കുകയാണ്. കോപിച്ച് ആ ഭാര്യയോട് കോപിഷ്ഠനായിട്ടിരിക്കുന്ന എന്നിട്ട് കോപിക്കുകയും പിറ്റേ ദിവസം രാവിലെ തന്നെ പുലർക്കാലം തന്നെ മറ്റുള്ളവരെയൊക്കെ കൂട്ടി കാട്ടിലേക്ക് അന്വേഷിച്ചു പോകാൻ അദ്ദേഹം തീരുമാനിച്ച് അങ്ങനെ പുറപ്പെടുകയാണ്. ആ സമയത്ത് പുലർക്കാലെ തിരഞ്ഞു കാണാൻ, പുലർക്കാലെ തങ്ങളെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിന് വേണ്ടി താപം കൊണ്ട് താനേ പുറപ്പെട്ട നേരം, താപം കൊണ്ട് ഉള്ളിൽ ദുഃഖം കൊണ്ട് അദ്ദേഹം സോമനസാല് ഇങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് ഉളർന്ന് നാം പേടിച്ച് പുറകും കൊണ്ടരികിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? ഉളർന്ന് തലേ ദിവസം രാത്രി മുഴുവൻ മഴ നനഞ്ഞതാണ്. അങ്ങനെ ആകെ കുളിർന്ന് തണുത്ത് വിറച്ച് വിറകുമായിട്ട് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ചെമ്മേ വീണ് നമസ്കരിച്ചത്. എന്നിട്ട് തലേ ദിവസം രാത്രി തങ്ങളെങ്ങനെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് ഇതുപോലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്ന സമയത്ത് തങ്ങളെ കാട്ടിലേക്ക് പറഞ്ഞയച്ചതിനോട് കോപിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. അനിഷ്ടം പ്രകടിപ്പിക്കുകയും ഒന്നുമല്ല ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? ചെന്ന് അവിടെ വീട് അവര് ഈ കുട്ടികളെല്ലാം വിദ്യാർത്ഥികളെല്ലാം ഗുരുവിന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുകയാണ്. അപ്പൊ മഹാമുനി മോദാൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചത്, മോദത്തോടെ സന്തോഷത്തോടുകൂടെ, അത് അദ്ദേഹത്തിന് വളരെ ആശ്വാസവും സന്തോഷവും ഉണ്ടായി. ആശ്വാസത്തോടെ സന്തോഷത്തോടുകൂടെ അദ്ദേഹം നമ്മയെല്ലാം അനുഗ്രഹിച്ചതെന്ന് തോന്നുന്നു. അന്ന് നമ്മയെല്ലാം അനുഗ്രഹിച്ചത് ആ കാര്യമൊക്കെ നീ ഇപ്പോ ഓർക്കുന്നുണ്ടോ?
നന്മ നമുക്കതേയുള്ളൂ. നമുക്ക് ജീവിതത്തിൽ ഒരേ ഒരു നന്മ മാത്രമേ ലഭിക്കാനുള്ളൂ. എന്താണ്? ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലർക്ക്. നമുക്ക് ലഭിക്കാനുള്ള നന്മ എന്ന് പറയുന്നത് ഗുരുവിന്റെ കടാക്ഷമാണ്. ഗുരു കടാക്ഷം മാത്രമാണ്. ഗുരു കടാക്ഷം, ഗുരുവിന്റെ കടാക്ഷം തൽപുരുഷ സമാസമാണ്. നന്മ നമുക്കതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ, വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള ഏക നന്മ എന്ന് പറയുന്നത് ഗുരുവിന്റെ കടാക്ഷം മാത്രമാണ്, ഗുരുവിന്റെ അനുഗ്രഹം മാത്രമാണ്. ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ, ഗുരുവിന് ജന്മസാഫല്യം ലഭിക്കണമെങ്കിൽ, അവന് ജന്മം സഫലമായി മാറണമെങ്കിൽ, അവന്റെ ജീവിതം സഫലമായി മാറണമെങ്കിൽ, ജീവിതം ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ അവൻ ഗുരുവിന്റെ കടാക്ഷം കൂടിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗം നമുക്ക് അവസാനിക്കുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോ സുദാമാവ്, കുചേലൻ കൃഷ്ണഭഗവാന്റെ കൊട്ടാരത്തിലെത്തി. കൃഷ്ണഭഗവാൻ യഥാവധി കുചേലനെ സൽക്കരിച്ച് ലക്ഷ്മീതൽപ്പത്തിലെത്തി. അവിടെ ഇരുന്ന് കൊണ്ട് അവർ പൂർവ്വകാല സ്മരണകൾ ഇങ്ങനെ അയവിറക്കുകയാണ്. ആ കൂട്ടത്തിൽ തങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് അവർ ഓർത്തെടുക്കുന്നത്. ഇങ്ങനെ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയതും വിറക് ശേഖരിച്ച് വിറകൊക്കെ ഒടിച്ച് കെട്ടിവെച്ചതും അപ്രതീക്ഷിതമായി സൂര്യനസ്തമിച്ചു. പെട്ടെന്ന് മഴ വന്നു. സൂര്യനസ്തമിച്ചു, അപ്രതീക്ഷിതമായി മഴ വന്നു, കൂരിരുട്ടായി, കൊടുങ്കാറ്റായി. അങ്ങനെ ഇവർ പേടിച്ച് ഭയന്ന് വിറച്ച് ഇങ്ങനെ ഒരു തുരപ്പിനുള്ളിൽ, ഒരു ഗുഹയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. പിറ്റേ ദിവസം പുലരുന്നതുവരെയും അവർ അങ്ങനെ തന്നെ ഇരുന്നു. അടുത്ത ദിവസം രാവിലെ തങ്ങളെ തിരഞ്ഞ് കണ്ടെത്തുന്നതിന് വേണ്ടി ഗുരു പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ആശ്രമത്തിൽ ഇവർ ഭയന്ന് വിറച്ച് എത്തിച്ചേർന്ന് ആ കാൽക്കൽ വീണു. അവിടെ ഗുരു അവരെയൊക്കെയും സന്തോഷത്തോടെ അനുഗ്രഹിച്ചു. ഈ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഗുരുവിന്റെ കടാക്ഷം തന്നെയാണ്, ഗുരുവിന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. ഇവിടെ നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസവും ഇന്നത്തെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള വ്യത്യാസം അത് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ സതീർത്ഥ്യനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകൾ അത് എന്തല്ല, അത് നമുക്ക് പാഠം വായിക്കുമ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുമെന്നാൽ ആ നോട്ടും കൂടെ ഞാൻ തരുന്നതാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഗുരുകുലങ്ങളിലൊക്കെ നിലനിൽക്കുന്ന സമഭാവനയെ കുറിച്ചാണ്. പലപ്പോഴും ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചില വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ ചില കുട്ടികളോട് പ്രത്യേക താല്പര്യമോ മമതയോ ഒക്കെ അധ്യാപകർ കാണിക്കുന്നെന്നുള്ള പരാതികൾ പല ഭാഗത്തു നിന്ന് വരാറുണ്ട്. അത് വളരെ അപൂർവമായിട്ടെങ്കിലും ഒക്കെ വരാറുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അപ്രകാരം ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. രാജകുമാരനായിട്ടുള്ള കൃഷ്ണ ഭഗവാനെയും ഒരു ദരിദ്ര ബ്രാഹ്മണനായിട്ടുള്ള സുദാമാവിനെ ഒരുമിച്ച് ഒരേ ജോലി ഏൽപ്പിച്ച് ഗുരുഭക്തിയുടെ ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഗുരുകുലങ്ങൾ സമഭാവനയുടെ കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്ക് തുടർന്ന് നോട്ട് തരുന്നതാണ്. എല്ലാവരും നോട്ട് എഴുതിയെടുക്കണം. നോട്ട് പരിശോധിക്കുന്നതാണ്. താങ്ക് യു.